friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇതെന്താ ഇങ്ങനെ ഒരു സ്നാക്ക് എന്നൊരു കൗതുകം തോന്നുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയുമാണ്. ഞങ്ങൾ ഇതിനെ ഇവിടെ ശർക്കര ഇഡ്ഡലി എന്നാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് അന്നുണ്ടാക്കിയ ആ റെസിപ്പി അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഈസി ആയിട്ടുള്ളത് കുറെ വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞു വരുന്നത് ശർക്കര ഇഡ്ഡലി തന്നെയാണ്. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമ്മളിപ്പോ രാവിലെ അരി വെള്ളത്തിലിടുക, വൈകുന്നേരം ആകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇഡ്ഡലി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇഡ്ഡലി അല്ല കേട്ടോ. ഞാനിപ്പോ പറഞ്ഞപ്പോ ശർക്കര ഇഡ്ഡലി എന്ന് പറഞ്ഞുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് പറഞ്ഞു. നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഡ്ഡലി എന്ന് പറയാം. നമ്മൾ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പം എന്ന് പറയാം. സ്റ്റീലിന്റെ റൗണ്ട് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് അപ്പം പോലെ ഇപ്പൊ നമ്മുടെ വട്ടയപ്പൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി ആക്കിയിട്ടും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. ഞാനിപ്പോ ഇഡ്ഡലിയായിട്ടേ ചെയ്യുന്നതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ കൂടുതൽ കാണാനും ഭംഗി, അതുപോലെ തന്നെ ഗസ്റ്റിന് നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇഡ്ഡലിയായിട്ട് തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കുമല്ലോ കൂടുതൽ ഭംഗിയുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മള് പച്ചരി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണിത്. ഇത് 1.5 കപ്പ് പച്ചരിയാണ്. പച്ചരി എടുക്കുമ്പോൾ നമ്മൾ പശയില്ലാത്ത പച്ചരി എടുക്കുക. അതുപോലെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത്, ഉപ്പ്, ബേക്കിംഗ് സോഡ, ശർക്കര വെള്ളത്തിൽ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ്. ഇത് ചൂട് മാറിയ ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കിലോ ശർക്കര 1.25 കപ്പ് വെള്ളത്തിൽ അരിയിച്ച് ഉരുക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം അരച്ചു വെക്കണം. അരച്ചു വെച്ചതിന് ശേഷം നന്നായി പൊങ്ങി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുള്ളൂ. അപ്പൊ അരയ്ക്കുന്നതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജാറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ പകുതി അരി ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അരിയും തേങ്ങയും എല്ലാം ചേർന്ന് അരിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എളുപ്പം അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി അരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ തൊലി വായിൽ വന്നു കഴിയുമ്പോൾ ചവയ്ക്കാനൊക്കെ ഒരു ടേസ്റ്റ്, ആ തൊലി കടിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഏലക്കയുടെ സീഡ്സ് മാത്രം ചേർക്കുക. ഞാനിപ്പോൾ 8 ഏലക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ പകുതി അരിയല്ലേ നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ 4 ഏലക്ക ഇതിലേക്ക് ചേർക്കാം. അടുത്ത ബാച്ച് അരയ്ക്കുമ്പോൾ 4 ഏലക്ക അതിലും ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുമല്ലോ. അതുകൊണ്ട് എല്ലായിടത്തേക്കും ഏലക്കയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വന്നോളും. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കില്ല. തേങ്ങ ചിരവിയത്, ഇത് പച്ചത്തേങ്ങ തന്നെയാണ് ചിരവി എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഞാൻ ബേക്കിംഗ് സോഡയും ഉപ്പും ഇതിലേക്ക് തന്നെ ചേർക്കാണ്, ഇനി ചേർക്കില്ല. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇപ്പോൾ കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ പകുതി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടെ. 2 ബാച്ചും അരച്ചതിന് ശേഷം കാണിച്ചു തരാട്ടെ ഏത് കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ വേറെ വെള്ളമൊന്നും ചേർത്തില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഞാൻ ഈ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുന്ന അത്രയും ശർക്കരപ്പാനി മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരികയാണെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി നമ്മൾ കൂടുതൽ കരുതി വെക്കുക. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും കുറച്ച് ശർക്കരപ്പാനി എടുത്തു വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാറ്റർ ഒന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് ശർക്കരപ്പാനി എടുത്തു വെക്കുക. ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് ആ ഒരു പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ശർക്കരപ്പാനി തന്നെ ചേർക്കാന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി 4 മണിക്കൂർ വരെ സോക്ക് ആയാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ സോക്ക് ആവാതിരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ചെറിയ തരികളുണ്ട്. ചെറിയ തരികൾ എന്ന് പറഞ്ഞാൽ വളരെ നൈസ് ആയിട്ടുള്ള തരികളേ ഉള്ളൂ. ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയും അരിയും എല്ലാം ചേർത്ത് അരയ്ക്കുമ്പോൾ ഇത്രേ അരിയുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് അരഞ്ഞു വരില്ല. ഏലക്കൊക്കെ നന്നായിട്ട് മിക്സ് ആയി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ്. അപ്പോൾ ആ ചൂടിനനുസരിച്ച് പൊങ്ങുന്ന ടൈമിൽ വ്യത്യാസമുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നു നോക്കുക.
പൊങ്ങി ഉണ്ടോ എന്നുള്ളത്. പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇഡ്ഡലി റെഡിയാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും തുറന്നു നോക്കാം. ഞാനിപ്പോൾ എനിക്ക് എത്ര സമയം കൊണ്ട് പൊങ്ങി വരുന്നു എന്നുള്ളത് ഇത് കറക്റ്റായിട്ട് പറയാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന ടൈം തന്നെ ആവണമെന്നില്ല എല്ലാവരും ചെയ്യുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം മധുരമുള്ള രീതിയിലാണ് ശർക്കരയുടെ അളവ് പറഞ്ഞിരിക്കുന്നത്. ഓവറായിട്ടുള്ള മധുരമാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് മീഡിയം മധുരം എന്ന് പറയുന്നത്. ഞാൻ എല്ലാ മധുരമുള്ള റെസിപ്പീസും ചെയ്യുമ്പോൾ പറയാറുണ്ട് മീഡിയം മധുരമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം. പൊങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള റൗണ്ടിലെ പ്ലേറ്റുകളിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒന്ന് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്യുക. മധുരം കുറവായിട്ട് തോന്നണമെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ എണ്ണയായി പോകണ്ട. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒഴിക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഞാനപ്പോൾ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതാണ്. നന്നായിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം 20 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇതിപ്പോൾ കുക്കായി എന്നെങ്ങനെയാണ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേക്കൊക്കെ കുക്കായി നോക്കില്ലേ, അതുപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഈർക്കിലെടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ ആ സ്ക്യൂവറിലൊന്നും നമ്മുടെ മാവ് പിടിക്കാതിരിക്കുന്നതാണ് ഇതിൻ്റെ കുക്കിംഗ് കറക്റ്റ് ആയി എന്നുള്ളത്. അപ്പോൾ ഞാനത് കുക്കായതിനു ശേഷം കാണിച്ചു തരാം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ സ്റ്റീം വരുന്നത് വരെ വയ്ക്കുക. സ്റ്റീം വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പലഹാരം കുക്കായിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങിയതുകൊണ്ടാണ് ഇതുപോലെ പൊട്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കൊത്തി നോക്കാം. ഒന്നുകൂടി കുക്കാവാനുണ്ട്. സ്ക്യൂവറിൽ ചെറുതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയാൽ മാത്രമേ ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ പൊങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാച്ച് കുക്ക് ചെയ്ത് മാറ്റി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഉടനെ തന്നെ ഇളക്കിയെടുക്കരുത്. ഉടനെ തന്നെ നമ്മൾ ചൂടോടുകൂടി ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി തട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് വെച്ചതെങ്കിലും ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ മാത്രം ഇളക്കിയെടുക്കുക. ഇതൊന്നുകൂടി കുക്കായതിനു ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം തുറന്നതാണ്. നമുക്ക് ഇഡ്ഡലി പാത്രം വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ 4 മണി പലഹാരം റെഡിയായി. ഹെൽത്തി എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പലഹാരങ്ങൾ കുറച്ചേ ഉള്ളൂ. അതും പൊതുവെ കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല സ്റ്റീം ചെയ്തെടുക്കുന്ന പലഹാരങ്ങളോട്. ഇതൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് കണ്ടിട്ടില്ലാത്തൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പലഹാരമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന സ്നാക്സ് ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ. ഇതാകുമ്പോൾ 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ അരച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് 4 മണിക്കൂറൊക്കെ ആയി കഴിയുമ്പോൾ അത് പൊങ്ങി വരുമ്പോൾ മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. കൂടെ നിൽക്കണ്ട. നമ്മൾ മറ്റുള്ള റെസിപ്പി ചെയ്യുന്ന പോലെ തന്നെ കൂടെ നിന്ന് ചെയ്ത് അത്രയും ടൈം പോവില്ല. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഇവിടെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. അമ്മയുടെ അമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്ന റെസിപ്പിയാണെന്ന് തോന്നുന്നു. ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. ഞങ്ങളിന്നിപ്പോൾ എറണാകുളം വഴി ഒന്ന് പാസ് ചെയ്യുന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച. കുറേ ആളുകൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും. ബോബി ആൻഡ് മറഡോണയുടെ സഞ്ചരിക്കുന്ന ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം നമ്മളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വണ്ടിയുടെ കിടക്കുന്ന കണ്ടു. ഞങ്ങൾ ഒരിടത്ത് വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ ഒരു വീഡിയോ എടുത്തോളം പോയി. അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ജ്വല്ലറിയുടെ ഇൻസൈഡൊക്കെ ഒന്ന് കാണാം.
ഈ സമയം